എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിറ്റിസൺഷിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സിറ്റിസൺഷിപ്പിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടും ഓവർസീസ് കാർഡ് ഹോൾഡറിനെ പറ്റിയിട്ടുമുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി ഈ ഒരു ചാപ്റ്റർ തീർക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഇന്ത്യയിൽ ഡ്യുവൽ പോളിറ്റി ഉണ്ട്. എന്താ ഡ്യുവൽ പോളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു സെൻറ്ററുമുണ്ട്, സ്റ്റേറ്റുമുണ്ട്. ഈ സെൻറ്ററിലും ഭരണ സംവിധാനമുണ്ട്, സ്റ്റേറ്റുകളിലും ഭരണ സംവിധാനം നടക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് എന്ത് സിറ്റിസൺഷിപ്പേ ഉള്ളൂ? ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലേ? ഏക പൗരത്വമാണ് നമുക്കുള്ളത്. എന്താ, നമുക്ക് കേരളത്തിൻ്റെ ഒരു സിറ്റിസൺഷിപ്പും ഇന്ത്യയുടെ വേറൊരു സിറ്റിസൺഷിപ്പും ഉണ്ടോ? നമുക്ക് ഇല്ല. നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ USA, സ്വിറ്റ്സർലൻഡ് പോലെയുള്ളിടത്ത് 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ USA പറയുകയാണെങ്കിൽ, USA രാജ്യത്തെ ഒരു പൗരന് USA സിറ്റിസൺഷിപ്പും ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം അലാസ്കയിൽ അവിടെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്താണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ സിറ്റിസൺഷിപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അലാസ്ക സിറ്റിസൺ, അതുപോലെ സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ USA സിറ്റിസൺഷിപ്പ്. അവർ 2 രീതിയിലാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യക്കാർക്ക് അതൊന്നുമില്ല. നമ്മൾ ഏത് സംസ്ഥാനത്തായാലും നമുക്ക് ഇന്ത്യക്കാരെന്നുള്ള ഒരു ഒറ്റ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇത് മാത്രമേ ഉള്ളൂ. അത് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു സിറ്റിസൺഷിപ്പ് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രിമിനേഷൻ അവിടെ പല രീതിയിലും വരാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ആ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ വിചാരം എന്താണ്? അതായത് ഇന്ത്യയിൽ എല്ലാവർക്കും ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിചാരം എന്താണ്? എല്ലായിടത്തും ഇപ്പോൾ കേരളത്തിലുള്ള ഒരാൾ ഹിമാചൽ പ്രദേശിൽ പോയി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി ഉള്ളതുകൊണ്ടും എനിക്കും അവിടെ കിട്ടുമല്ലോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ അതിന് ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തെ പറ്റിയിട്ട് പുസ്തകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ മാറ്റം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞാൻ പുസ്തകത്തിലുള്ളത് കൊണ്ട് പറയുകയാണ്. ഇനി PSC എവിടുന്നാണ് ചോദിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 16 പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും എന്താണ്, ഗവൺമെൻറ് ജോലിയിൽ ഈക്വാളിറ്റി കൊടുക്കണം. അവിടെ വർണ്ണ വിവേചനമോ അല്ലെങ്കിൽ സെക്സിൻ്റെ പേരിലോ ഒന്നും തന്നെ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ദ പാർലമെൻറ്റ് ക്യാൻ പ്രിസ്ക്രൈബ് റെസിഡൻസ് വിത്തിൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ആസ് എ കണ്ടീഷൻ ഫോർ സർട്ടൺ എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതായത് ആർട്ടിക്കിൾ 16 എന്ത് പറയുന്നില്ല? റെസിഡൻസിനെ പറ്റിയിട്ട് പറയുന്നില്ല. നമ്മൾ ഏത് ഏരിയയിലാണോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണോ താമസിക്കുന്നത് അതിനനുസരിച്ച് വിവേചനം പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ the local authority or other authority within that state or union territory, അപ്പോൾ ആ ഒരു സ്റ്റേറ്റിന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ആ സ്റ്റേറ്റിൽ തന്നെ ഒരാൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാം, മുൻഗണനാ പ്രകാരം അവർക്ക് ജോലി കൊടുക്കാം. കേരളത്തിൽ നിന്നും ഇപ്പോൾ ഹിമാചൽ പ്രദേശിലോ അരുണാചൽ പ്രദേശിലോ ത്രിപുരയിലോ ഒക്കെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈക്വലി ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്, റെസിഡൻസിൻ്റെ പേരിൽ ചില ഏരിയകളിൽ എന്തുണ്ട്, പബ്ലിക് എംപ്ലോയ്മെൻറ്റിന് കൂടുതൽ പ്രാതിനിധ്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. നോക്കുക, അക്കോർഡിംഗ്ലി ദ പാർലമെൻറ്റ് ഇനാക്റ്റഡ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ആക്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റിന് ചില കണ്ടീഷൻസ് റെസിഡൻസിൻ്റെ ബേസിസിൽ ചില സംസ്ഥാനങ്ങളിൽ കൊടുത്തിരുന്നു. അത് ഏത് ആക്ട് ബേസിസിലാണ്? 1957 പബ്ലിക് എംപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ് ആസ് ടു റെസിഡൻസ് ആക്ട് 1957. എന്താണ്? പബ്ലിക് എംപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ് ആസ് ടു റെസിസ്റ്റൻസ് ആക്ട് 1957 പ്രകാരം ചില സംസ്ഥാനങ്ങളിൽ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് പഠിച്ചു വയ്ക്കുക: ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ, ത്രിപുര. ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ നോൺ ഗസറ്റഡ് പോസ്റ്റിന് അവിടെ തന്നെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രാതിനിധ്യം കൂടുതൽ കൊടുക്കുന്ന ഒരു ലോയ് 1957 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുക,
ആസ് ദിസ് ആക്ട് എക്സ്പയർഡ് ഇൻ 1974, 1974 ഈ ഒരു ആക്ട് നിർത്തലാക്കി, അതായത് എക്സ്പയർഡ് ആയി പോവുകയും ചെയ്തു. എങ്കിലും ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പിന്നീടും ഈ ഒരു സംഭവം തുടർന്നു പോന്നു. അപ്പം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 16 പ്രകാരം ചില പബ്ലിക് എംപ്ലോയ്മെൻറ്റിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്തൊരു കാര്യം കൂടെ കയറി വന്നു. റെസിഡൻസിൻ്റെ പേരിൽ കുറച്ച് രീതിയിൽ എന്താണ് നമുക്ക് ഇക്വാളിറ്റി കൊടുക്കുന്നില്ല. ആ ഇക്വാളിറ്റി കൊടുക്കാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 57 പബ്ലിക് എംപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ് ടു ആസ് റെസിഡൻസ് ആക്ട് 1957 അനുസരിച്ച് 4 സംസ്ഥാനങ്ങളിൽ നോൺ ഗസറ്റഡ് പോസ്റ്റിന് അവർക്ക്, അതായത് അവിടെയുള്ളവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഏത് വർഷം 74 ആയപ്പോഴേക്കും ഇത് നിർത്തലാക്കുകയും എങ്കിലും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതാണ് ഒരു എക്സെപ്ഷൻ കേസ് വരുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പിനകത്ത് തന്നെ നമുക്ക് ഈക്വൽ പ്രാതിനിധ്യം കിട്ടാത്ത ഒരു ആർട്ടിക്കിൾ 16 ഒരു എക്സെപ്ഷൻ വരുന്ന കാര്യമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 15 നമ്മൾ പറയുന്നത് എന്താണ്? അതായത് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് നോട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റെസിഡൻസ്. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, പബ്ലിക് എംപ്ലോയ്മെൻറ്റിനകത്ത് ചില സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് റെസിഡൻസിൻ്റെ പേരിൽ ഇക്വാളിറ്റി പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലേ? ഇൻഇക്വാലിറ്റി പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക റെസിഡൻസിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക, കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ ചില സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ആ സ്കോളർഷിപ്പ് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കേരളത്തിലെ കുട്ടി ആയതുകൊണ്ട് കേരളത്തിൽ തന്നെ പഠിക്കുമ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, അല്ലേ? ആ റെസിഡൻസിന് പ്രാതിനിധ്യം കൊടുക്കുന്നു. എന്നാൽ പുറത്തുനിന്ന് ഒരാളാവുമ്പം അത് അവകാശപ്പെടാൻ സാധിച്ചില്ലെന്ന് നമുക്ക് വരാം. അപ്പോൾ അതാണ് അടുത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അടുത്തത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. നമ്മൾ എപ്പോഴാണ് പഠിക്കുന്ന ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്? ഏത് ആർട്ടിക്കിളാണ്? 19ാമത്തെ ആർട്ടിക്കിളിൽ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ അതും എക്സെപ്ഷനായിട്ട് പറയുന്നത് ചില പ്രത്യേക ഏരിയകളിൽ. എടുത്തു പറയുകയാണെങ്കിൽ ഈ ആദിവാസി മേഖലകളിൽ അല്ലെങ്കിൽ പ്രത്യേക ന്യൂനപക്ഷ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എക്സെപ്ഷനാണ്. ചില ഏരിയയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നവർ കാണും, പുറത്തു നിന്നുള്ള ആൾക്കാരുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഏരിയ കാണും, പ്രൊട്ടക്റ്റഡ് ഏരിയ കാണും. അവിടെ ഒന്നും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ ആർട്ടിക്കിൾ 19 പ്രകാരം സാധിക്കത്തില്ല. അതും ഒരു എക്സെപ്ഷൻ കേസായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി ടെക്സ്റ്റിനകത്ത് ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്, കാനഡയുടെ കാര്യം. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ കാനഡയിലും സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്നാൽ അവിടെ എന്താണ്, എല്ലാ കാര്യത്തിലും യൂണിഫോമിറ്റി എല്ലാ കാര്യത്തിലും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൽ കാസ്റ്റിൻ്റെ പേരിലും അല്ലെങ്കിൽ കമ്മ്യൂണൽ റയോട്ട്സും ഒക്കെ നടക്കാറുണ്ട്, അല്ലേ? അപ്പം അത്രയും പറഞ്ഞിട്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ്, കാസ്റ്റിൻ്റെ വാർ, ലിംഗ്വിസ്റ്റിക് ക്ലാഷസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് നടക്കാറുണ്ട്. അതില്ലാതിരിക്കാനായിട്ട് കാനഡയിൽ എന്തുണ്ട്, യൂണിഫോമിറ്റി ഫോം ചെയ്യാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോളോ ചെയ്യാത്ത രാജ്യങ്ങളാണ് USA, സ്വിറ്റ്സർലൻഡ് മുതലായവ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞ സമയത്ത് ചില ആർട്ടിക്കിൾസിനകത്ത് പറയുന്ന കുറച്ച് എക്സെപ്ഷൻ കേസുകളുണ്ട്. അതായത് ആർട്ടിക്കിൾ 16 പ്രകാരം പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പബ്ലിക് എംപ്ലോയ്മെൻറ്റിനുള്ള ഇക്വാളിറ്റി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആക്ട് അനുസരിച്ചിട്ട് അത് ഉള്ള ഇടയ്ക്ക് ഇല്ലായിരുന്നു. പിന്നെ റെസിഡൻസിൻ്റെ പേരിൽ ആർട്ടിക്കിൾ 15 എടുത്ത് പറയുന്നില്ല ഇന്ന റെസിഡൻസിൽ താമസിച്ചാൽ ഇക്വാളിറ്റി, അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ചില റെസിഡൻസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചില കുറച്ച് അവകാശങ്ങൾ കൂടുതൽ അങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 എവിടെ വേണമെങ്കിലും ഇന്ത്യക്കകത്ത് സഞ്ചരിക്കാം എന്ന് പറയുന്നതിനകത്ത് ഒരു എക്സെപ്ഷൻ എന്താണ്, മൈനോറിറ്റി താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൊന്നും നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് സാധ്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്താണെന്നുള്ളത്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, നമ്മൾ പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ളവർ. അപ്പോൾ അവരെയൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണായിട്ട് അവർക്ക് മാറാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആഗ്രഹമുള്ളവർ കാണുമല്ലോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ ഭാഗമാവണമെന്ന്. ഇന്ത്യക്കാരാണ്, ഒറിജിൻ ഇന്ത്യൻ ആണ്,
പക്ഷെ അവർ പുറത്താണ് താമസിക്കുന്നത്, വർഷങ്ങളായിട്ട് ചിലപ്പോൾ പുറത്തായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സംഭവം. മനസ്സിലാവുന്നുണ്ടോ? പുറത്ത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളവർ പുറത്ത് താമസിക്കുന്നവർക്ക് കിട്ടുന്ന കാര്യം. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വേണമെങ്കിലും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കാർഡും ഉണ്ടായിരുന്നു. ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡും കൊടുത്തിരുന്നു. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആയപ്പം 2015 ഇത് രണ്ടുകൂടെ മെർജ് ചെയ്ത് ഇപ്പോൾ ഒരൊറ്റ കാർഡ് മാത്രമേ ഉള്ളൂ. ഈ പുറത്തുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാനായിട്ട് ഒരൊറ്റ കാർഡ് മാത്രമേ ഉള്ളൂ. ആ ഒരു വഴിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, കമ്മിറ്റിയും ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിക്കുക, 2000 സെപ്റ്റംബറിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് 2000 സെപ്റ്റംബറിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആ ഒരു ബ്രാഞ്ച് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്യുന്നു, ഇരുത്തുന്നു. നമ്മുടെ LM സിംഗ്വി ഇല്ലേ, LM സിംഗ്വി, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർസീസ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് റെക്കമെൻഡേഷൻസ് നടത്താനും പഠിക്കാനുമായിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2000 അപ്പോയിന്റ് ചെയ്തു. സെപ്റ്റംബറിൽ LM സിംഗ്വി ആയിരുന്നു അദ്ദേഹമായിരുന്നു നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്നത്, ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. അങ്ങനെ ഇവർ 2 വർഷം സംഭവങ്ങളെല്ലാം പഠിച്ചിട്ട് 2002 ജനുവരിയിൽ റിപ്പോർട്ട് വെച്ചു. ആ റിപ്പോർട്ട് പ്രകാരം 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടല്ലോ, അതിന് കുറച്ച് അമെൻമെൻറ്റ് നടത്തണമെന്ന് ഇവർ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ പറയണോ? ഓവർസീസ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് പുറത്തുള്ള ഇന്ത്യൻ സിറ്റിസൺസ് മീൻസ് ഒറിജിൻ ഇവിടെ ആയിട്ടുള്ള ഇന്ത്യക്കാർ പുറത്ത് ജീവിക്കുന്നുണ്ട്. അവരെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇപ്പോൾ കൊടുക്കുന്ന ഒരു കാർഡാണ് OCI കാർഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വന്നതെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സെപ്റ്റംബർ 2000 നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ വെച്ചു ഇതിനെപ്പറ്റി പഠിക്കാൻ. അതായത് പുറത്തുള്ളവരെ നമ്മുടെ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പഠിക്കാനായിട്ട് കമ്മിറ്റിയെ വെക്കുന്നു. LM സിംഗ്വിയുടെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റി വർക്ക് ചെയ്തത്. 2 വർഷത്തിന് ശേഷം അവർ റിപ്പോർട്ട് വെച്ചു. അവർ പറഞ്ഞ എന്താ, 55 ഉണ്ടല്ലോ, 1955 സിറ്റിസൺഷിപ്പ് ആക്ട് നമ്മൾ പഠിച്ചില്ലേ, ആ 55 ആക്ടിനകത്ത് ചില അമെൻമെൻറ്റുകൾ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. അതായത് POI അതായത് നമ്മുടെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്? 2 പൗരത്വം. എങ്ങനെ 2 പൗരത്വം? ഇവർ പുറത്തല്ലേ ജീവിക്കുന്നത്, അപ്പോൾ അവർക്ക് അവിടുത്തെ കുറേ വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇല്ലേ, അവർക്ക് ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു സിറ്റിസൺഷിപ്പ് കാർഡ് കൂടെ വേണമെന്ന് ആഗ്രഹം കാണത്തില്ലേ. അങ്ങനെയുള്ളവർക്ക് 2 സിറ്റിസൺഷിപ്പ് പ്രൊമോട്ട് ചെയ്യാം. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിന് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നു. പക്ഷേ അവർ റെക്കമെൻഡ് ചെയ്തതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെസിഫൈഡ് കൺട്രീസ്, ഒരു 16 രാജ്യങ്ങളിൽ പെട്ടവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഉള്ളവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം. 16 രാജ്യങ്ങളിൽ ചെയ്യാമെന്നവർ പറഞ്ഞു. ശേഷം 2003 അപ്പം ഈ 2002 റിപ്പോർട്ട് വെച്ചത്. അങ്ങനെ 2003 നമ്മുടെ 1955 അമെൻമെൻറ്റ് നടത്തി. എന്തിന്? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് നടത്തി, ആക്ടിന് അമെൻമെൻറ്റ് നടത്തി. 2003 16 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് എന്ത് കൊടുക്കാം? OCI അംഗീകരിക്കാം, അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കുന്നു. ഓവർസീസ് സിറ്റിസൺഷിപ്പ് അംഗീകരിച്ചു കൊടുക്കുന്നു. എക്സെപ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. അത് പഠിച്ചു വയ്ക്കുക. ആർക്ക് കൊടുക്കത്തില്ല? പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഈ ഒരു കാർഡ് കൊടുക്കത്തില്ല. അവിടെ താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് പറഞ്ഞാലും കൊടുക്കത്തില്ല. അത് പഠിച്ചു വയ്ക്കണേ. It is also omitted all provision recognizing or relating to the Commonwealth citizenship from Principal Act. ഈ പ്രിൻസിപ്പൽ ആക്ടിനകത്ത് കോമൺവെൽത്ത് സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, കോമൺവെൽത്ത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു ആക്ട് പ്രകാരം 2003 അമെൻമെൻറ്റ് പ്രകാരം കട്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പം 16 രാജ്യങ്ങളിൽ എന്ത് കൊടുക്കുന്നു? 16 രാജ്യങ്ങളിൽ താമസിക്കുന്ന പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യയിലെ ഒറിജിൻ ഉള്ളവർക്ക് എന്ത് കൊടുക്കാൻ പോവാ? OCI കാർഡ് കൊടുക്കാൻ പോവാണ്. എക്സെപ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്ടിനകത്ത് മെൻഷൻ ചെയ്തിരുന്ന കാര്യമായിരുന്നു. അതിനെ എടുത്ത് മാറ്റിയതും 2003 എന്ത് പ്രകാരം? നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് പ്രകാരമാണ്.
ഇനി ബാക്കി നോക്കാം. 2005 അതായത് 2003 കഴിഞ്ഞ് 2005 ഒന്നുകൂടി ഇത് അമെൻഡ് ചെയ്തു. ഒന്നുകൂടി അമെൻമെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറഞ്ഞു? എല്ലാ രാജ്യങ്ങളിലും എന്ത് കൊടുക്കാം? OCI കാർഡ് കൊടുക്കാം. അപ്പോഴും നമ്മൾ പറഞ്ഞു എക്സെപ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശും ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും എന്ത് കൊടുക്കണം? OCI കാർഡ് കൊടുക്കണം. എങ്ങനെയുള്ളവർക്കാ? ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവർക്ക് OCI കാർഡ് കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? OCI കാർഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് പോലെയാണോ? അല്ല. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന എല്ലാ റൈറ്റും ഒരിക്കലും നമുക്ക് ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പിന് കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും ഇവർക്ക് കിട്ടത്തില്ല. ശരിക്കും ഇത് ഇത് സിറ്റിസൺഷിപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. OCI കാർഡ് ഹോൾഡറിന് നമുക്ക് കിട്ടുന്ന എല്ലാ റൈറ്റ്സും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല. എന്നാൽ ഇവർക്ക് മറ്റു രാജ്യങ്ങളിലുള്ളവരെക്കാളും OCI കാർഡ് ഹോൾഡേഴ്സിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റൈറ്റ്സ് ഒക്കെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ OCI 2005 എല്ലാ രാജ്യങ്ങൾക്കും അനുവദിച്ചു. അതുപോലെ തന്നെ ഈ എല്ലാ രാജ്യങ്ങളും അനുവദിക്കില്ലേ, അവരും അനുവദിച്ചിരിക്കണം? OCI എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ രാജ്യക്കാരും അംഗീകരിച്ചിരിക്കണം. അതുകൂടെ ഓർത്ത് വെച്ചേക്കണേ. ഇപ്പോൾ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് OCI കാർഡ് ഹോൾഡേഴ്സിന് ഇത് കൊടുത്തുവെങ്കിൽ അമേരിക്കയിലും ഇതേ സിസ്റ്റം തന്നെ അംഗീകരിച്ചിരിക്കണം. അതുകൂടെ ഓർത്ത് വെച്ചേക്കണേ. ഇനിയും 2015 ഒന്നുകൂടെ ഇതിനെ അമെൻഡ് ചെയ്തു. 1955 ഒന്നുകൂടെ അമെൻഡ് ചെയ്തു. PIO, അതായത് അതുവരെ നമ്മുടെ ഈ PIO കാർഡ്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന കാർഡ് ഏകദേശം ഒരു 2002 അതായത് 2002 നമ്മുടെ സെപ്റ്റംബർ മാസം തൊട്ട് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന കാർഡ് കൊടുത്തു തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ 2005 തൊട്ട് OCI കാർഡും കൊടുത്തു തുടങ്ങി. ഇത് രണ്ടും നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാർഡ് ഉള്ളവരും ഉണ്ടായിരുന്നു, ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഉള്ളവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ട് ഈ രണ്ട് കാർഡും കൂടെ മെർജ് ചെയ്യുകയും പിന്നീട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ കാർഡ് ഹോൾഡർ എന്ന ഒരൊറ്റ പേരാക്കി മാറ്റിയത് 2015 ഈ അമെൻമെൻറ്റ് പ്രകാരമാണ്. ഒന്നുകൂടെ പറയട്ടെ. അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ OCI കാർഡ് നമ്മൾ പറഞ്ഞു 2005 തൊട്ടിട്ട് എല്ലാ രാജ്യങ്ങളിലും OCI കാർഡ് കൊടുത്തെന്ന്. അപ്പോൾ ചിലർ നേരത്തെ എടുത്ത് വെച്ചവർ PIO കാർഡ് എടുത്ത് വെച്ചിരിക്കുന്നവരുണ്ട്, പിന്നീട് എടുത്തവർ OCI കാർഡ് എടുത്ത് വെച്ചവരുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. ഇപ്പം രണ്ട് കാർഡ് ഉള്ളവർക്കും ഏകദേശം ഒരേ അവകാശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? 2015 ഈ സിറ്റിസൺഷിപ്പ് ആക്ട് ഒന്നുകൂടെ അമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു PIOയും OCI കാർഡും കൂടെ മെർജ് ചെയ്തിട്ട് ഈ രണ്ട് പേർക്കും, അതായത് രണ്ട് കാർഡുള്ളവരെയും കൂടെ ഇനി ഒറ്റ കാർഡുകാരായിട്ട് അറിയപ്പെടും. ആ കാർഡിൻ്റെ പേരെന്താ? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ. ഈ കയ്യിലുള്ള കാർഡ് എന്ന് പറയുന്നത് ഇനി എന്തായിട്ട് മാറും? 2015 തൊട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ എന്ന് മാറും. മനസ്സിലായോ? അപ്പോൾ ഈസി അല്ലേ? നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നിങ്ങൾ ഇത് കേട്ടിട്ട് ഞാനിത് പേജ് തരാം നിങ്ങൾക്ക്. ആ പേജ് തന്നിട്ട് നോട്ടും തരുന്ന സമയത്ത് ഒറ്റവട്ടം നമുക്ക് അറിയേണ്ടത് ആർക്കൊക്കെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആവാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ടിരുന്നാൽ മതി, പറഞ്ഞുതരാം. ഇപ്പം പേഴ്സണിന് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ഒന്നാമത്തെ പോയിന്റ്, എനി പേഴ്സൺ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി. ഒന്ന്, ഹു ഈസ് സിറ്റിസൺ ഓഫ് അനദർ കൺട്രി ബട്ട് വാസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഓർ എനി അറ്റ് ടൈം ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയ സമയത്തോ അതിനുശേഷമോ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്ന ഒരാൾക്ക്, പക്ഷെ അദ്ദേഹം ഇപ്പോൾ പുറത്താണ് താമസിക്കുന്നത്, അദ്ദേഹത്തിന് എന്ത് കിട്ടും? OCI കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയ സമയത്തോ അതിനുശേഷമോ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്ന ഒരാൾക്ക്, ഇപ്പോൾ അദ്ദേഹം പുറത്താണ്, ഇപ്പോൾ അദ്ദേഹത്തിന് എന്തിന് അപ്ലൈ ചെയ്യാം? OCI കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. രണ്ട്, ഹു ഈസ് എ സിറ്റിസൺ ഓഫ് അനദർ കൺട്രി ബട്ട് വാസ് എലിജിബിൾ ടു ബിക്കം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്ന സമയത്ത് സിറ്റിസൺ ആവാനുള്ള റൈറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈറ്റ് അനുസരിച്ച് ഒരാൾ, അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയ സമയത്ത് സിറ്റിസൺ ആവാൻ, പൗരനാവാനുള്ള അവകാശമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിനും എന്ത് കൊടുക്കാം? നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. OCI കാർഡിനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും.
അതുപോലെ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് അനദർ കൺട്രി ബട്ട് ബിലോങ് ടു എ ടെറിട്ടറി ദാറ്റ് ബിക്കം എ പാർട്ട് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ 15th August 1947. അതായത് അദ്ദേഹം മറ്റൊരു രാജ്യത്തെ പൗരനാണിപ്പം, ബട്ട് ബിലോങ് ടു എ ടെറിട്ടറി ദാറ്റ് ബിക്കം എ പാർട്ട് ഓഫ് ഇന്ത്യ ആഫ്റ്റർ 15th August 1947. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഭൂപ്രദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ടെറിട്ടറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് അപ്ലൈ ചെയ്യാം? OCI കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഭൂപ്രദേശം, നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം താമസിച്ചിരുന്നതെങ്കിൽ, പക്ഷെ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? പുറത്തെ ഒരു സിറ്റിസൺ ആണ്. അദ്ദേഹത്തിനും എന്തിന് അപ്ലൈ ചെയ്യാം? OCI കാർഡിന് അപ്ലൈ ചെയ്യാം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹു ഈസ് എ ചൈൽഡ് ഓർ എ ഗ്രാൻഡ് ചൈൽഡ് ഓർ എ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ് ഓഫ് സച്ച് എ സിറ്റിസൺ. ഈ പറഞ്ഞ സിറ്റിസൺസിൻ്റെ എല്ലാം ഒന്നെങ്കിൽ പേരക്കുട്ടികളാവാം, അല്ലെങ്കിൽ അവരുടെ മൂത്ത ആയിട്ടുള്ള പേരക്കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും OCI കാർഡിന് അപ്ലൈ ചെയ്യാം. അതായത് ഇവരുടെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്ന അപ്പനും അപ്പൂപ്പനും എല്ലാം തന്നെ എന്താണ്? ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരായതുകൊണ്ടാണല്ലോ അവർക്കൊക്കെ OCI കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ എല്ലാം തന്നെ പേരക്കുട്ടികൾക്കും അവരുടെ മക്കൾക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി B സെക്ഷനിൽ പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് എ മൈനർ ചൈൽഡ് ഓഫ് എ പേഴ്സൺ മെൻഷൻ ഇൻ ക്ലോസ് A. ഇപ്പോൾ പറഞ്ഞ A ക്ലോസിൽ പറഞ്ഞ ഇത്രയും കാറ്റഗറി ഉണ്ടല്ലോ, അവരുടെ 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? OCI കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. C എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് എ മൈനർ ചൈൽഡ് ആൻഡ് ഹൂസ് ബോത്ത് പേരൻസ് ആർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ വൺ ഓഫ് ദ പേരന്റ് ഈസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു അച്ഛനും അമ്മയും രണ്ടുപേരും ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതുപോലെ അവരുടെ മക്കൾ, അതായത് എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഞങ്ങളിപ്പോൾ പുറത്താണ് താമസിക്കുന്നത്, അപ്പം എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് OCI കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയാലും മതി. മനസ്സിലാവുന്നത്? മൈനർ ആയിട്ടുള്ള അച്ഛനും അമ്മയും ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? OCIക്ക് അപ്ലൈ ചെയ്യാം. മൈനർ ആയിരിക്കണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാളായാലും മതി. ഓക്കെ ആണല്ലോ. അടുത്തത് എ സ്പൗസ് ഓഫ് ഫോറിൻ ഒറിജിൻ ഓഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ സ്പൗസ് ഓഫ് ഫോറിൻ ഒറിജിൻ ഓഫ് ആൻ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ ആൻഡ് ഹൂസ് മാരേജ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് ആൻഡ് സബ്മിറ്റഡ് ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 2 years ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ പ്രസന്റേഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് ഇവിടെ ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരു സിറ്റിസൺ, ആ ഇന്ത്യൻ സിറ്റിസണിനെ കല്യാണം കഴിക്കുന്ന ആൾ, അദ്ദേഹത്തിന് OCI കാർഡിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ OCI കാർഡ് ഹോൾഡർ ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ രാജ്യത്തെ OCI കാർഡ് ഹോൾഡർ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും OCI കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ട് 2 വർഷമെങ്കിലും മിനിമം കഴിഞ്ഞിരിക്കണം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയും കാറ്റഗറിക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ OCIയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും തീരുമാനമെടുക്കുന്നത് പാർലമെൻ്റ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിനുമായിരിക്കും ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മുടെ സിറ്റിസൺസിന് കിട്ടുന്നതും ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ് ഉള്ളവർക്ക് കിട്ടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, മിക്കതും OCI കാർഡ് ഹോൾഡേഴ്സിന് ഇല്ല. നമുക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങളും അവർക്ക് കിട്ടാറില്ല. ബേസിക് ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. എങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയണമല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ OCI കാർഡ് ഹോൾഡേഴ്സിന് കിട്ടാത്തതെന്ന് നോക്കാം. ആൻഡ് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു സച്ച് റൈറ്റ്സ് ആസ് ദി സെൻട്രൽ ഗവൺമെൻറ് മേ സ്പെസിഫൈ ഇൻ ദിസ് ബിഹാഫ്. അതുപോലെ ആൻ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ ഷാൾ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ദ ഫോളോയിങ് റൈറ്റ്സ്. പറയാൻ പോവാണേ. ഒന്നാമത്തത് എന്തൊക്കെ കിട്ടത്തില്ലെന്നാണ് പറയാൻ പോകുന്നത്. ഹി ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു ദ റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് പറയത്തില്ലേ, അത് ഇവർക്ക് കിട്ടില്ല. OCI കാർഡ് ഹോൾഡേഴ്സിന് ആർട്ടിക്കിൾ 16 പ്രകാരമുള്ള പബ്ലിക് എംപ്ലോയ്മെൻറ്റ് കിട്ടത്തില്ല. 2, ഇലക്ഷൻ, പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. OCI കാർഡ് ഹോൾഡർ ആണെന്ന് വെച്ചിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാനുള്ള ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. വൈസ് പ്രസിഡന്റ് ആവാനുള്ള ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. അതുപോലെ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഹൈക്കോടതി ജഡ്ജ് ആവാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഇലക്ട്രൽ റോളിൽ പോലും എൻറോൾ ചെയ്തുകൂടാ, അതായത് വോട്ടിംഗ് അവകാശം ഇല്ല. ഹി ഷോൾ നോട്ട് ബി എലിജിബിൾ ഫോർ ബീയിങ് മെമ്പർ ഓഫ് ഹൗസിൻ്റെയോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ചില സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഈ രണ്ടിടത്തും ഈ OCI കാർഡ് ഹോൾഡറിന് നമുക്ക് നമ്മുടെ മത്സരിക്കത്തില്ലേ, അതിന് പറ്റത്തില്ല. അതുപോലെ തന്നെ
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലോ പങ്കെടുക്കാൻ പറ്റില്ല. ഹി ഷോൾ നോട്ട് ബി എലിജിബിൾ ഫോർ ദ അപ്പോയിൻമെന്റ് ടു പബ്ലിക് സർവീസ് ആൻഡ് പോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ ഓർ എനി സ്റ്റേറ്റ് എക്സെപ്റ്റ് ഫോർ ദ അപ്പോയിൻമെന്റ് ഇൻ സച്ച് സർവീസ്. സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഒന്നും തന്നെ ഒരു പോസ്റ്റുകളിലും ഇരിക്കാനുള്ള സംഭവമൊന്നും ഇവർക്കില്ല. അപ്പം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ OCI കാർഡ് ഹോൾഡർ ആണെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്ന റൈറ്റ്സ് ഒന്നും തന്നെ ഇവർക്ക് കിട്ടത്തില്ല. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി എങ്ങനെ നമുക്ക് റിനൗൺസിയേഷൻ നടത്താം, വേണ്ടാന്ന് വെക്കാം, അതുകൂടാണ് പറയുന്നത്. ഈ വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഈ OCI കാർഡ് ഹോൾഡർ ആർക്ക്, ഗവൺമെന്റിന് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഈ നിമിഷം മുതൽ OCI കാർഡ് ഹോൾഡർ അല്ല, അതായത് ഇന്ത്യൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്യും. ഇനി അപ്രൂവ് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ ആർക്ക്, അതായത് ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവരാണ് OCI കാർഡിന് അപ്ലൈ ചെയ്യുന്നത്. ഇദ്ദേഹം ഇത് തിരികെ നൽകുകയാണ്, എനിക്ക് ഇനി തൊട്ട് OCI കാർഡ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പൗസ് ഓഫ് ഫോറിൻ ഒറിജിൻ ഓഫ് ദാറ്റ് പേഴ്സൺ, ഫോറിൻ ഒറിജിനുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് ഇവർക്കുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെത്, അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാം തന്നെ OCI കാർഡ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പം ഇത് വേണ്ട എന്ന് വെച്ചിട്ട് OCI കാർഡ് വേണ്ട എന്ന് വെച്ച് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫോറിൻ ഒറിജിൻ ആയിട്ടുള്ള സ്പൗസ് ആണെങ്കിൽ അവരുടേത് OCI കാർഡ് ക്യാൻസൽ ആവും. മൈനർ കുട്ടികൾ ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ അവരുടെയും OCI കാർഡ് ഇല്ലാതാവുന്നതായിരിക്കും. അതാണ് ഈ റിനൗൺസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ക്യാൻസൽ ആയി പോകുന്നത്. ഈ OCI കാർഡ് ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്തില്ലേ, നമ്മൾ കാർഡ് ഹോൾഡറിനെ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളായിട്ട് ക്യാൻസൽ ചെയ്യുന്ന കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അത് നമ്മൾ സിറ്റിസൺഷിപ്പ് പോകുന്ന പോലെ തന്നെ ഉള്ളൂ. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, അതായത് ഫ്രോഡാണെങ്കിൽ അല്ലെങ്കിൽ അവർ എന്താണ് നമ്മൾ ഫോൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് OCI കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ, നമ്മുടെ ഭരണഘടനയെ എന്തെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുവോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ബഹുമാനിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ OCI കാർഡ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു യുദ്ധ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ എനിമീസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നമ്മളെ ഒറ്റുകൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ഈ OCI കാർഡിന് ക്യാൻസലേഷൻ സംഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ ഹാസ് വിത്തിൻ 5 years ആഫ്റ്റർ രജിസ്ട്രേഷൻ ബീൻ സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം ഓഫ് നോട്ട് ലെസ് ദാൻ 2 years. അതായത് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 5 വർഷം, അതായത് ആ രജിസ്ട്രേഷൻ ചെയ്തു അതിനുശേഷം 5 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ 2 വർഷത്തിൽ കുറയാതെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ OCI കാർഡ് ഹോൾഡറിൻ്റെ ആ കാർഡ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻറ്റഗ്രിറ്റി, അതായത് സോവറിനിറ്റി, ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട് റിലേഷൻ വിത്ത് ഇന്ത്യ, എനി ഫോറിൻ കൺട്രി ഓർ ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക്, ഏതെങ്കിലും തരത്തിൽ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയോ നമ്മുടെ രാജ്യത്തെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പരമാധികാരം, റിപ്പബ്ലിക്, അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിൽ ഇൻറ്റഗ്രിറ്റിയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതുപോലെ നമ്മൾ പറഞ്ഞു മാരേജ് പരമായിട്ട് ഫോറിൻ ഒറിജിനുള്ള ഒരു സ്പൗസിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് OCI കാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തെങ്കിലും തരത്തിൽ അവർ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ OCI കാർഡ് ഹോൾഡറിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് കാർഡ് കിട്ടിയെങ്കിൽ അയാൾ ഈ OCI കാർഡ് ഹോൾഡർ വേറൊരു വിവാഹം ചെയ്യുവാണെങ്കിൽ അങ്ങനെയും സ്പൗസിന് എന്ത് നഷ്ടപ്പെടാം, OCI കാർഡ് ഹോൾഡറിൻ്റെ ആ ഒരു കാർഡ് നഷ്ടപ്പെടാം, ക്യാൻസൽ ആയി പോകും. ഒന്ന് ഡിവോഴ്സ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളെ മുഖേന കാർഡ് കിട്ടി പക്ഷെ ഇയാൾ വേറൊരാളെ കല്യാണം കഴിച്ചു എങ്കിലും ഈ ഫോറിൻ ലേഡിക്ക് അല്ലെങ്കിൽ ഫോറിൻ മെന്നിന് കാർഡ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഓർത്തില്ലെങ്കിലും ജസ്റ്റ്, അതായത് നമ്മൾ സിറ്റിസൺഷിപ്പ് പഠിക്കുന്ന ഒരാൾക്ക് ക്യാൻസലേഷനും റിനൗൺസിയേഷനും അതുപോലെ എന്തൊക്കെ റൈറ്റ്സ് ആണ് കിട്ടാത്തത്, ഈ 3 കാര്യങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ കേട്ട ഒരാൾക്ക് ഇപ്പോഴും ഓർമ്മ നിൽക്കും. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ഇത്രയും നീണ്ടു തവർന്ന് കിടക്കുന്നൊരു ബുക്ക് ആയതുകൊണ്ട് എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ